സൈന്യത്തിന്റെ കരുത്ത് കൂട്ടാൻ ഇന്ത്യ ഇതിനായി പുതുതലമുറ ആയുധങ്ങൾ സൈന്യം സ്വന്തമാക്കും. സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി 84,560 കോടി രൂപയുടെ കരാറിനാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകിയത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും സായുധ സേനയുടെയും ആയുധശേഷി വർദ്ധിപ്പിക്കുകയാണ് കരാറിന്റെ ലക്ഷ്യം. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കുന്നത് കേന്ദ്ര ക്യാബിനറ്റ് കമ്മിറ്റിയാണ്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആയുധങ്ങൾ വാങ്ങുന്നതിനായിരിക്കും മുൻഗണന. അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ വാങ്ങാനാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. വിമാനം താഴെ ഇറക്കാതെ ആകാശത്ത് വച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഫ്ലൈറ്റ് റീഫ്യൂവലർ എയർക്രാഫ്റ്റുകൾ വാങ്ങുവാൻ കരാറിൽ നിർദ്ദേശമുണ്ട്. ഇത്തരത്തിലുള്ള 6ഓളം റഷ്യൻ നിർമ്മിത എയർക്രാഫ്റ്റുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കയ്യിലുണ്ട്. അവയിൽ 3 എണ്ണം എപ്പോഴും ഉപയോഗിക്കാൻ നിലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഭൂമിക്കടിയിൽ കുഴിച്ചിടുന്നതും മർദ്ദം ചെലുത്തുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതുമായ ബോംബുകളാണ് ലാൻഡ് മൈനുകൾ. മനുഷ്യർക്കെതിരെ പ്രയോഗിക്കാവുന്നതും വാഹനങ്ങൾക്കെതിരെ പ്രയോഗിക്കാവുന്നതുമായ ലാൻഡ് മൈനുകളുണ്ട്. യുദ്ധ ടാങ്കുകളെ തകർക്കുവാൻ ശേഷിയുള്ള ലാൻഡ് മൈനുകളും ഇന്ത്യ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മുകളിൽ ടാങ്കുകൾ കയറിയാൽ മാത്രമേ ഇവ പൊട്ടിത്തെറിക്കൂ. ഭൂമിയിലെ പ്രകമ്പനങ്ങൾ തിരിച്ചറിയാനാകുന്ന ഈ ആന്റി ടാങ്ക് മൈനുകൾ റിമോട്ട് ഉപയോഗിച്ച് നിർവീര്യമാക്കാനും കഴിയും. വിഭവ് എന്ന പേരിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഇത്തരം 600ഓളം ആന്റി ടാങ്ക് മൈനുകൾ കഴിഞ്ഞ വർഷം ഇന്ത്യൻ സൈന്യം വാങ്ങിയിരുന്നു. വെള്ളത്തിനടിയിലൂടെ വിക്ഷേപിക്കാവുന്ന ടോർപിഡോകളും കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും എതിരെ പ്രയോഗിക്കുന്ന ഈ ആയുധവും ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. 250 കിലോയോളം സ്ഫോടക വസ്തു വഹിക്കാൻ ശേഷിയുള്ള വരുണാസ്ത്ര എന്ന ടോർപിഡോ കഴിഞ്ഞ വർഷം ഇന്ത്യൻ നാവികസേന പരീക്ഷിച്ചിരുന്നു. ഇതോടൊപ്പം താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെയും വേഗത കുറഞ്ഞ ഡ്രോണുകളെയും കണ്ടെത്തുവാനുള്ള റഡാർ സംവിധാനവും വാങ്ങുവാൻ കരാർ അനുമതി നൽകുന്നുണ്ട്.